ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തന്നെ ജയിൽ മോചിതനാകുമെന്നാണ് കരുതുന്നത്. തിഹാർ ജയിലിന് മുന്നിൽ നിന്ന് മുഹമ്മദ് നൌഫൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തിഹാർ ജയിലിന് അകത്താണ് കെജ്രിവാൾ ഉള്ളത്. കഴിഞ്ഞ 50 ദിവസമായി ജാമ്യത്തിന് വേണ്ടി പലവിധ ശ്രമങ്ങൾ കെജ്രിവാൾ നടത്തിയെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് സന്തോഷ വാർത്ത വന്നിരിക്കുന്നു. ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് സന്തോഷ വാർത്ത വന്നിരിക്കുന്നു. ഇന്ത്യ മുന്നണി പ്രവർത്തകർക്ക് സന്തോഷ വാർത്ത വന്നിരിക്കുന്നു. നേതാക്കൾക്ക് സന്തോഷ വാർത്ത വന്നിരിക്കുന്നു. ഇനി കെജ്രിവാൾ പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ പ്രവർത്തകനും, ഓരോ നേതാക്കളും. ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരുമൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ജാമ്യം എന്ന് പറയുന്നത് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒരു സന്തോഷ വാർത്തയാണ്. കെജ്രിവാൾ വരും ദിവസങ്ങളിൽ പ്രചാരണ രംഗത്തേക്ക് സജീവമാവുകയും അങ്ങനെ അത് എല്ലായിടത്തും ചലനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ഇന്ത്യ മുന്നണി കരുതുന്നു, ആം ആദ്മി പ്രവർത്തകർ കരുതുന്നു. അത് എപ്പോഴാണ് അദ്ദേഹം പുറത്തിറങ്ങുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇന്ന് തന്നെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ എല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. രേഖകളുടെ ക്ലിയറൻസ് പൂർത്തിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിക്കും. നമുക്കറിയാം, ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലുമാണ് ഇനി വോട്ടെടുപ്പ് പൂർത്തിയാകാനുള്ള പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങൾ. ഈ 3 സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് വലുതായ പങ്കുള്ള അല്ലെങ്കിൽ വലിയ സ്വാധീനമുള്ള 3 സംസ്ഥാനങ്ങളാണ്. അവിടുത്തെ മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇനി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ, ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണി നടത്തുക എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇവിടെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് നിൽക്കാൻ പാടില്ല എന്നൊക്കെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ നമ്മോട് പറയുന്നുണ്ട്. പക്ഷേ മാധ്യമപ്രവർത്തകർ അവരുമായി തർക്കിക്കുകയും അങ്ങനെ ഇവിടെ നിൽക്കുകയുമാണ് ചെയ്യുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ആം ആദ്മി പ്രവർത്തകർ കൂട്ടത്തോടെ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരിപ്പോൾ ആം ആദ്മി ഓഫീസിലാണുള്ളത്. അവിടെ നിന്ന് അവരെല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനെ 50 ദിവസത്തിന് ശേഷം ജയിൽ മോചിതനാകുന്നത് കാണുന്നതിന് വേണ്ടി, നേരിട്ട് കാണുന്നതിന് വേണ്ടി അവരെല്ലാവരും ഇവിടെ എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരുടെ നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തും. അങ്ങനെ ഇത് ആം ആദ്മി പ്രവർത്തകർക്ക് ആഘോഷ ദിവസമാണ്. അവർക്ക് വരും ദിവസങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഊർജ്ജം നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഏത് സമയത്താണ് കെജ്രിവാൾ പുറത്തിറങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്. ഇന്ന് തന്നെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയും. ഒരുപക്ഷെ അത് സന്ധ്യയ്ക്ക് ശേഷമായിരിക്കാനാണ് സാധ്യത.